നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ CITO 51 ജില്ലാ സമ്മേളനം സി കണ്ണൻ സ്മാരക ഹാളിൽ നടന്നു. പി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 1000 കോടിയിലധികം രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ ഫാർമ കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകിയിരിക്കുന്നത്. നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ രാവിലെ മുതൽ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കോർപ്പറേറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. എത്ര ആളുകളെയാണ് ഡോക്ടർമാരെയാണ് കണ്ടിട്ടുള്ളത്, എത്ര ഹോസ്പിറ്റലുകളാണ് നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ജോലി എത്ര മണിക്കാണ് ആരംഭിച്ചത്, എത്ര കോളുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഓരോ ഡോക്ടറോടും എന്ത് സംസാരിക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് കമ്പനികൾ ഡെവലപ്പ് ചെയ്യുകയും തൊഴിലാളികളെ പരമാവധി ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു വഴിയായി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. ഈ രാജ്യത്തിലെ 10,000 വരുന്ന തൊഴിലാളികളുടെ ചോര കുടിച്ച പണം, ആ പണം 1000 കോടിയിലധികം അത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവനയായി നൽകിയത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കാണ്. കമ്പനികളുടെ പേരിലേക്ക് ഞാൻ കിടക്കുന്നു. 1000 കോടി രൂപ എന്ന് പറയുന്നത് നമുക്ക് ആ പണത്തിൻ്റെ വലിപ്പം ഞാൻ പറയുമ്പോൾ അത് ഇലക്ട്രൽ ബോണ്ടിലൂടെ മാത്രം കൊടുത്താണ് എന്നുകൂടി ഓർമ്മിക്കുമ്പോഴാണ് അത് എത്രമേൽ ചെറിയ ഭാഗമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ വന്നിട്ടുള്ളത്, എത്രമാത്രം വലിയ ഭാഗമായിരിക്കും യഥാർത്ഥ സംഭാവന എന്ന് കാണാൻ കഴിയും. ഇന്ത്യയിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഈ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം മാത്രം കണക്കിൽപ്പെട്ടതും പെടാത്തതുമായി 1,00,000 കോടിയിലധികം രൂപ സംഭാവനയായി വിവിധ കോർപ്പറേറ്റുകളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് എന്ന് പലരും ഇതിനു മുമ്പേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രസിഡന്റ് മനോജ് മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. KM സുരേന്ദ്രൻ, MM ഹനീഫ, CS ജയൻ, E സുർജിത് കുമാർ എന്നിവർ സംസാരിച്ചു. മരുന്നുകളുടെ GST കുറക്കുക, ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും സുഗമമായ പ്രവർത്തനത്തിന് സുരക്ഷിതത്വം ഏർപ്പെടുത്തുക എന്നിവ സമ്മേളനം ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.